23 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി. പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഈ മാസം 15 വരെ തടഞ്ഞു. ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയായിരുന്നു 23കാരി നൽകിയ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത്. 23കാരിയുടെ പരാതിയിൽ ആളുടെ പേരില്ല, എവിടെ വെച്ചാണ് സംഭവം നടന്നതെന്ന് പറയുന്നില്ല, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് പോലും വിവരമില്ല. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിത്. 2 വർഷം മുമ്പ് സംഭവം നടന്നെന്ന് പറയുമ്പോഴും പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ രാഹുലിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിനാണ് മെയിലായി പരാതി നൽകിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതോടെയാണ് ഇപ്പോൾ അറസ്റ്റ് തടയണമെന്ന രാഹുലിന്റെ ആവശ്യം കോടതി തള്ളിയത്. തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കും. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന ഈ മാസം 15 വരെയാണ് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന കേസിൽ അറസ്റ്റ് തടഞ്ഞത്. പൂർണ്ണമായും കേൾക്കാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യാനാവില്ലെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. അറസ്റ്റ് തടയുന്നതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.